ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക. അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോയമ്പ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിൽ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാകും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. മുൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹ പ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം.